യേശുവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് കൈത്താക്കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയാണ്. തിരുസഭ മാതാവ് നമ്മുടെ ചിന്തിക്കാൻ നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 38 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളാണ്. മർത്തയുടെയും മറിയത്തിൻ്റെയും ജീവിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല ഭാഗം അത് യേശുവിൻ്റെ അടുത്തിരുന്ന് വചനം കേൾക്കുകയും യേശുവുമായി സംഭാഷിക്കുകയുമാണ് ഏറ്റവും നല്ല ഭാഗമെന്ന് നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. യേശുനാഥൻ ജെറുസലേമിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ മർത്ത എന്ന സ്ത്രീ യേശുവിനെ സ്വഭാവനത്തിൽ സ്വീകരിച്ചു. മർത്ത മറിയം ലാസറിൻ്റെ സഹോദരിയാണ്. ലാസർ യേശുവിൻ്റെ പ്രിയ കൂട്ടുകാരനാണ്. അങ്ങനെ യേശുനാഥൻ്റെ കൂട്ടുകാരനായ ലാസറിൻ്റെ സഹോദരിയായ മർത്ത യേശുവിനെ സ്വഭാവനത്തിൽ സ്വീകരിക്കുന്നു. സ്വഭാവനത്തിൽ സ്വീകരിച്ചപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി യേശുവിനെ വീട്ടിലേക്ക് ആനയിച്ച് അദ്ദേഹത്തിന് വേണ്ടി നല്ല ഭക്ഷണങ്ങൾ തയ്യാറാക്കുവാനായിട്ട് അവൾ അടുക്കളയിലേക്ക് അല്ലെങ്കിൽ പാചകത്തിന് വേണ്ടി പോകുകയാണ്. ഭക്ഷണം അദ്ദേഹത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്തിരിക്കുമ്പോൾ, യേശുവിനോട് സ്നേഹത്തെപ്പറ്റി നല്ല നല്ല ഭക്ഷണങ്ങൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോഴാണ് മറിയം തൻ്റെ സഹോദരി യേശുവിൻ്റെ അടുത്തിരുന്ന് അവനോട് സംസാരിക്കുകയും അവൻ പറയുന്നത് കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഇരിക്കുന്നതും ചെയ്യുന്നത് കാണുക. അപ്പോൾ യേശുനാഥനോട് മർത്ത കുറ്റപ്പെടുത്തി പറയുകയാണ്, തൻ്റെ സഹോദരി എന്നെ വേലയ്ക്ക് വിട്ടിട്ട് അങ്ങയുടെ അടുത്ത് വന്നിരുന്ന് ഇവിടെ അങ്ങയുടെ പാദത്തിൽ ഇരിക്കുകയാണല്ലോ, എൻ്റെ അടുത്ത് വന്ന് എന്നൊന്ന് സഹായിക്കാനായിട്ട് പറയുക എന്ന്. നല്ല നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സ്വീകാര്യത എന്ന് മർത്ത ചിന്തിച്ചുകൊണ്ടാണ് മറിയത്തെ അടുക്കളയിലേക്ക് സഹായിക്കുവാനായിട്ട് പറഞ്ഞു വിടുവാനായിട്ട് പറയുക. അപ്പോഴാണ് യേശുനാഥൻ പറയുക, മർത്ത മർത്ത, നീ പലവിധ കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതയായിരിക്കുന്നു, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. അത് കേട്ടപ്പോൾ മറിയത്തിന് സന്തോഷമുണ്ടാകുമോ? കാരണം നല്ല ഭാഗം എന്നത് മർത്തയെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ആഹാരങ്ങൾ ഒരുക്കി തൻ്റെ അതിഥിയായ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് മർത്ത ചിന്തിച്ചത്. എന്നാൽ അതിലും ഘടകവിരുദ്ധമായിട്ടാണ് യേശുനാഥൻ മറിയത്തെ ശ്ലാഘിച്ചുകൊണ്ട് പറയുക, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവൾ എടുക്കപ്പെടുകയില്ല എന്ന്. അവളെ സംബന്ധിച്ചിടത്തോളം, മറിയത്തെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ അടുത്ത് വന്നിരുന്ന് സംഭാഷിക്കുക, അതാണ് നല്ല ഭാഗം. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ, പഴയ നിയമ വായന, റൂത്തിൻ്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ നല്ല ഭാഗം തിരഞ്ഞെടുത്ത ഒരു മകളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, റൂത്ത്. കാരണം നവോമി മോവാബിൽ നിന്നും സ്വദേശമായ യൂദയായിലെ ബെത്ലഹേമിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ തൻ്റെ പുത്രൻ്റെ വിധവയായ റൂത്തിനെ അവളുടെ പിതൃഭവനത്തിലേക്ക് പോകാനായിട്ട് നിർബന്ധിച്ചു. ഇത് കേട്ടപ്പോൾ മകൻ്റെ വിധവയായ ഓർഫ അവളുടെ പിതൃഭവനത്തേക്ക് പോവുകയും ചെയ്തു. എന്നാൽ റൂത്ത് തൻ്റെ 10 മാതാവിനെ പിരിഞ്ഞു പോയില്ല. അവൾ പറയുകയാണ്, 14-ാമത്തെ വചനം, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോകാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്തേക്ക് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെയും ചാർച്ചക്കാരും, അമ്മയുടെ ദൈവം എൻ്റെയും ദൈവമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്നും വേർപെടുത്തിയാൽ കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടി പോരാനുറച്ച് എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. ഒരു മരുമകളുടെ നിശ്ചയദാർഢ്യമാണ് നല്ല ഭാഗം തിരഞ്ഞെടുത്ത ഒരു മരുമകൾ. നവോമിക്ക് ആരും ഇല്ലാതെയായി, തൻ്റെ 2 പുത്രന്മാരും മരിച്ചു. ഓർഫ എന്ന മൂത്ത മകൾ അവളുടെ വീട്ടിലേക്ക് പോയി. പിന്നെ ഈ അമ്മയെ നോക്കുവാനായിട്ട് മരുമകളായ റൂത്ത് തൻ്റെ ജീവിതം മുഴുവനും സമർപ്പിക്കുന്ന നല്ലൊരു നല്ലൊരു മകളുടെ ചിത്രമാണ് നാമയ്ക്ക് തിരഞ്ഞെടുക്കേണ്ട ഭാഗം. അത് തന്നെയാണ് ഇന്നത്തെ കാലത്ത് സ്വന്തം അമ്മയെയും
എല്ലാ കാര്യങ്ങൾക്ക് മക്കൾ ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെയാണ് കഞ്ഞി വെക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് കറി വെക്കേണ്ടത്, ഞാൻ ആരുടെ കൂടെ പോകണം, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എപ്പോൾ പോകണം, ഞാൻ എപ്പോൾ എഴുന്നേൽക്കണം എന്നൊക്കെ അമ്മയോട് ഫോൺ വിളിച്ച് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ മക്കൾ ഇങ്ങനെ ചോദിച്ച് ഓരോ ഉപദേശങ്ങൾ തേടുമ്പോൾ അമ്മയെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു മരുമകൾ ഇത് നമ്മുടെ കുടുംബങ്ങൾക്കൊരു മാതൃകയാകേണ്ടതാണ്. സ്വന്തം അമ്മയെപ്പോലെ അമ്മായിയമ്മയ്ക്ക് വേറെ ആരുമില്ല എന്ന് മനസ്സിലാക്കി തൻ്റെ ജീവിതം മുഴുവൻ ഹോമിക്കുന്ന ഒരു മരുമകൾ റൂത്ത്. അപ്രകാരമായിരിക്കുവാൻ അങ്ങനെ നല്ലൊരു ഭാഗം തിരഞ്ഞെടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. സുവിശേഷത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ നാം കാണുക രണ്ട് വ്യത്യസ്തങ്ങളായ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികളെയാണ് മത്തയിലും മറിയത്തിലും കാണുക. മത്ത യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഓടിച്ചെല്ലുന്നതും വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നതും വന്നപ്പോൾ അകത്ത് പോയി വലിയ സൽക്കാരങ്ങൾ ഒരുക്കുവാൻ ശ്രമിക്കുന്ന നല്ലൊരു സ്ത്രീയാണ്. അവൾ തിരഞ്ഞെടുത്ത ഭാഗം നല്ലതാണ്. അവൾ യേശുവിന് വേണ്ടി ഒരു അതിഥിക്ക് വേണ്ടി നല്ല ആഹാരങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നതാണ്. അവൾ ആഹാരം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോഴതാ തൻ്റെ സഹോദരി മറിയമാകട്ടെ യേശുവിൻ്റെ പാദത്തിങ്കിലിരിക്കുന്നൊരവസ്ഥ. യഹൂദ നിയമം അനുസരിച്ച് പാദത്തിങ്കിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു യഥാർത്ഥ ശിഷ്യയായി തീരുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇന്നത്തെ ലോകത്ത് നമ്മളിൽ പലരും ഇപ്രകാരമുള്ള അംഗീകാരത്തിന് വേണ്ടിയുള്ള അതല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയുള്ള കസേരയ്ക്ക് വേണ്ടിയുള്ള നെട്ടോട്ടമാടുന്നൊരവസ്ഥയാണ്. എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രീതിപ്പെടുത്തുക എന്ന് ചിന്തിച്ച് ഓടി നടക്കുകയാണ്. അവിടെയാണ് നമുക്ക് മറിയം ഒരു ഉത്തമ മാതൃകയാകുക. കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുക, കർത്താവിൻ്റെ വചനം കേൾക്കുക. നമുക്കറിയാം ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ അസ്വസ്ഥരാണ്. എവിടേക്കാണ് തിരിയേണ്ടത്, എന്താണ് ചെയ്യുന്നത്, ആരെയാണ് സ്വീകരിക്കേണ്ടത്, ആരെയാണ് മാതൃകയായി സ്വീകരിക്കേണ്ടത്, ആശ്വാസത്തിന് വേണ്ടി എവിടെയാണ് തേടി അലയേണ്ടത്. പലപ്പോഴും പലതിനും ഉത്തരം കിട്ടാതെ വരുമ്പോൾ ഇന്നത്തെ ലോകത്ത് ഈ ന്യൂ ജനറേഷൻ കാണുക, ജീവിതം ഒരു മുഴം കയറിൽ തീർക്കണമോ അതോ കടലിൽ ചാടി ജീവിതം അവസാനിപ്പിക്കണമോ അതോ ട്രെയിന് തലവെച്ച് ജീവിതം തീർക്കണമോ. അവിടെയാണ് പ്രിയമുള്ളവരെ യേശുനാഥൻ്റെ അടുത്ത് വന്നിരിക്കുക, യേശുവിനെ കേൾക്കുക എന്നൊരു മനോഭാവം. മറ്റുള്ളവരെ കേൾക്കാനായിട്ട്, മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കുവാനായിട്ട്, ആശ്വാസം സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമുക്കൊരാശ്വാസം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? നമുക്കറിയാം ഈ സുവിശേഷത്തിലെ ലൂക്കായുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ ആദ്യ ഭാഗം ശിഷ്യന്മാരെ യേശുനാഥൻ അയക്കുമ്പോൾ അവർ തിരിച്ചു വന്ന് ചെയ്ത വലിയ കാര്യങ്ങളും അതോടൊപ്പം തന്നെ രോഗങ്ങൾ സുഖപ്പെടുത്തിയൊക്കെ പറയുമ്പോൾ യേശുനാഥൻ പറയുക, നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിൽ സന്തോഷിക്കുവിനെന്ന്. രോഗം സുഖപ്പെടുന്നതല്ല, മരിച്ചവരെ ജീവിപ്പിക്കുന്നതല്ല, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല സന്തോഷിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടണം. സ്വർഗരാജ്യത്തിൽ എഴുതപ്പെടാൻ നാം എന്ത് ചെയ്യണം? അതുതന്നെയാണ് തുടർന്നുള്ള ഭാഗത്തിൽ നല്ല സമരിയക്കാരൻ്റെ ഉപമയിൽ നിയമിച്ചൻ ചോദിക്കുന്നില്ലേ, നിത്യജീവൻ സ്വന്തമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. യേശുനാഥൻ നല്ല സമരിയക്കാരൻ്റെ ഉപമ അവിടെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ലേവായനെയും പുരോഹിതനെയും മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് നല്ല ഭാഗം തിരഞ്ഞെടുത്ത് നല്ല കാര്യം ചെയ്ത നല്ല സമരിയക്കാരൻ, ആ മുറിവേറ്റ വ്യക്തിക്ക് ആശ്വാസം പകർന്ന വ്യക്തി, ശുശ്രൂഷയ്ക്ക് പോയ പുരോഹിതനല്ല, അല്ലെങ്കിൽ പ്രവർത്തന മേഖലയിൽ ഏർപ്പെട്ട ലേവായനല്ല, മറിച്ച് ആ മനുഷ്യരുടെ സഹാനുഭൂതി കാണിച്ച നല്ല സമരിയക്കാരൻ. അദ്ദേഹം തിരഞ്ഞെടുത്ത ഭാഗം നല്ല ഭാഗമാണ്. അവിടെയാണ് അദ്ദേഹം സ്വീകരിക്കപ്പെടുക. അത് തന്നെയാണല്ലോ മറിയം തിരഞ്ഞെടുത്ത നല്ല ഭാഗവും. നമുക്ക് മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നവരാകാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ അടുത്ത് വന്നിരുന്ന് നമുക്ക് സമാധാനം സ്വന്തമാക്കുവാനും ആ സമാധാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവർ കേൾക്കുവാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ഈ ലോകത്തിൻ്റെ നെട്ടോട്ടത്തിൻ്റെ പിന്നാലെ പരക്കം പായാതെ, സന്തോഷങ്ങൾക്കും അതോടൊപ്പം തന്നെ ആർഭാടത്തിൻ്റെയും പിന്നാലെ പരക്കം പായാതെ, പണത്തിന് വേണ്ടി പരക്കം പായാതെ, അല്ലെങ്കിൽ കസേരകൾക്ക് വേണ്ടി പരക്കം പായാതെ ദൈവത്തിൻ്റെ മുമ്പിൽ സമാധാനവും ശാന്തിയും കണ്ടെത്തുവാനും അങ്ങനെ ദൈവരാജ്യത്തിന് ചേർന്ന നല്ല മക്കളായി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി യേശു തമ്പുരാനോട് പ്രാർത്ഥിക്കാം. നാഥൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.